കേരളത്തിൽ എത്രയോ ആളുകളുണ്ട് അവർക്ക് മത്സരിക്കാൻ, അവർക്ക് മറ്റൊരാളെ നിർത്തി വേണമെങ്കിലും ജയിക്കാനുള്ള കഴിയുന്ന ഒരു നിയോജകമണ്ഡലമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയാണ് മുഖ്യ ശത്രു എന്ന് കോൺഗ്രസ് കരുതുന്നു. ഈ മനോഭാവം കോൺഗ്രസ് മാറ്റണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിലുള്ള അഭിപ്രായം. ഏതായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നില വളരെ ഭദ്രമാണ്. പാലക്കാട് അവര് ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി നിർത്തി പരീക്ഷിക്കുമ്പോൾ അതിനേക്കാൾ നല്ലൊരു പരീക്ഷണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാധാകൃഷ്ണന് മുൻപ് ഏറ്റവും പോപ്പുലറായിരുന്ന ഒരു MLA ആണ് ചേലക്കരയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് നല്ല വിജയസാധ്യത 2 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലുമുണ്ട്. വയനാട്ടിൽ ജയിച്ചാലും കോൺഗ്രസ് തോക്കും. വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത് തന്നെ കോൺഗ്രസിന്റെ തന്ത്രപരമായ ഒരു പരാജയമാണ്. ഒരിക്കൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു, അതുകൊണ്ട് വീണ്ടും പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഒക്കെ വന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ കേരളം ഇടതുപക്ഷത്തിനെതിരായ ഒരു പരീക്ഷണശാലയാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറ്റാൻ പാടില്ലായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യ മുന്നണി എന്ന ആശയം, ഇപ്പൊ ഞങ്ങളുടെ നേതാവ് ശ്രീ ശരത് പവാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശിവസേനയും NCPയും ഒന്നിച്ച് മത്സരിക്കുകയാണ്. കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവിടെ ഞങ്ങൾ കാണുന്നത് ഇന്ത്യ മുന്നണി എന്ന രാഷ്ട്രീയ സഖ്യമാണ്. എന്തുകൊണ്ട് അത് കാണാൻ അവർക്ക് കഴിയുന്നില്ല? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയം കാണാൻ അവർക്ക് കഴിയേണ്ടതായിരുന്നു. അത് വളരെ നിർഭാഗ്യകരമായി പോയി. പക്ഷേ ഞങ്ങൾ ഈ 3 നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പാർട്ടിയുടെ കൺവെൻഷനുകൾ എന്നും കൂടണം. ഇടതുപക്ഷ മുന്നണിയുടെ കൺവെൻഷൻ അങ്ങനെ വിജയിപ്പിക്കണം. അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് എന്ന് കൂടുന്നത്. എന്തോ കോൺഗ്രസ് അണികളിൽ ഇടതുമുന്നണിയുടെ അണികളിൽ ആശങ്കയില്ല എന്ന് മാത്രമല്ല, CPM കോൺഗ്രസ് ദുർബലമാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കൂടുതൽ പ്രതീക്ഷയല്ലേ ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പോഴല്ലല്ലോ. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെയ്യാറ്റിങ്കര സെൽവരാജ് സിറ്റിംഗ് MLA കൊണ്ടുവന്ന് മത്സരിപ്പിച്ച കോൺഗ്രസിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസുകാരനായ ഒരാളെ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് വലിയൊരു അപരാധമായിപ്പോയി എന്നാണ് സുധാകരനൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഇടയിൽ ഏറ്റവും അധികം ചിന്തിക്കുന്ന, ഏറ്റവും അധികം വായിക്കുന്ന, ഏറ്റവും ആധുനികമായി രാഷ്ട്രീയ ചലനങ്ങളെ വിലയിരുത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരിൻ. ഡോക്ടർ സരിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇതിനോടൊപ്പം വന്നിട്ടുണ്ടല്ലോ. വളരെ അപൂർവം ആളുകളേ ഉള്ളൂ സരിനെ പോലെ. ഒച്ചയുണ്ടാക്കാനും ബഹളമുണ്ടാക്കാനും തല്ലുകൊള്ളാനും ഒക്കെ കഴിയുന്നവരവിടെ ഉണ്ടാവും. പക്ഷെ ഇത്രയും ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസിൽ വളരെ അപൂർവമാണ്. അപ്പൊ അവര് തന്നെ തീരുമാനിച്ച് സരിൻ ഒരു തീരുമാനം എടുത്ത് ആ പാർട്ടി വിടുമ്പോൾ കാണേണ്ടത് കോൺഗ്രസ് വിട്ടുപോകാൻ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് യോജിക്കാത്ത നിരവധി ആളുകൾ സരിൻ അതിന്റെ ഒരു ആദ്യത്തെ ഒരാളായിരിക്കും. മന്ത്രിമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ എന്തായിരുന്നാലും ഞങ്ങളുടെ പ്രയോറിറ്റി തെരഞ്ഞെടുപ്പിനാണ്. മന്ത്രിമാറ്റം വേണമെന്നൊക്കെ ഞങ്ങൾ ആലോചിക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. മന്ത്രിമാറ്റത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചതും പാർലമെന്റിൽ കൂടെ സംസാരിച്ചതും മുഖ്യമന്ത്രിയെ കണ്ടതും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതിലൊന്നും ഒരു പുതുമയില്ലല്ലോ, ഞാൻ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഞങ്ങളൊരു അവസാന തീരുമാനമെടുക്കുന്നത് ഇതിന് അപ്പുറത്തേക്കാണ്. ഞങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങളെ കാണുന്നവരാണ്. ചെറിയ കാര്യങ്ങൾ അത് ഇതിന്റെ മുൻപിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ എല്ലാ ശക്തിയും സമാഹരിച്ച്
ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സംശയമൊക്കെ ദൂരീകരിക്കണം. സാർ പറഞ്ഞിരുന്നെല്ലാം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിരുന്ന നിങ്ങൾക്കറിയാം, മന്ത്രി പറഞ്ഞിരുന്ന നിങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാവരും പറഞ്ഞത് ശരിയായിരുന്നു. അതിലൊന്നും ഒരാക്ഷേപമില്ല. ഞങ്ങൾ ആ നിലപാടുകളിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷേ അതിനെ സംബന്ധിച്ചല്ല ഇന്നത്തെ ഞങ്ങളുടെ ചർച്ച. ഞങ്ങള് 13-ാം തീയതി വരെ ഞങ്ങളുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളാണ് ഞങ്ങളുടെ മുഖ്യ വിഷയം. നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? താങ്ക് യു.